അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉസ്താദില്ലാത്ത രണ്ടാമത്തെ ദിവസം നൂർ ഫാത്തിമ മഗ്‌രിബിൻ്റെ സമയത്ത് മുകളിലത്തെ റൂമിലേക്ക് പോകും. അതവൾക്ക് വല്ലാത്തൊരു ആശ്വാസമാണ്. കാരണം അവിടെയാണ് തൻ്റെ നാഫിക്ക കൂടുതലായിട്ട് താമസിച്ചിട്ടുള്ളത്. പിന്നെയാണ് താഴേക്ക് ഞങ്ങൾ ഇറങ്ങിയത്. എങ്കിലും നൂർ ഫാത്തിമയ്ക്ക് ഇഷ്ടം മുകളിലത്തെ റൂമായിരുന്നു. അവൾ അവിടെ പോയി മഗ്‌രിബ് നിസ്കരിച്ച് ഖുർആൻ പാരായണം ചെയ്ത് ദിക്റുകളും ദുആകളും എല്ലാം കഴിഞ്ഞിട്ടാണ് താഴേക്ക് ഇറങ്ങുക. അതിന് കാരണം മറ്റൊന്നുമല്ല, തൻ്റെ നാഫിക്കയുടെ ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് കിതാബുകൾ, അദ്ദേഹത്തിൻ്റെ ഡ്രസ്സുകൾ, അത്തറ്, അദ്ദേഹം ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം അവിടെയാണുള്ളത്. അതെല്ലാം കാണുമ്പോൾ നൂർ ഫാത്തിമയ്ക്ക് വല്ലാത്തൊരു ആശ്വാസമാണ്. തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് റൂമിലുണ്ട് എന്നുള്ള ഒരു ചിന്തയാണ്. പിന്നീട് ഉമ്മയുടെ നിർബന്ധത്തിനാണ് താഴെ വന്ന് കിടക്കുന്നത്. ഉമ്മ പറയും, നൂർമോളെ മുകളിലേക്ക് കിടക്കണതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഈ ഒരു ടൈമിന് മോൾ അവിടെ കിടക്കണ്ട. കാരണം എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ മോൾക്ക് ഇറങ്ങി വരാൻ വരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് താഴെ കിടന്നോ. അങ്ങനെ ഉമ്മയുടെ ഇഷ്ടത്തിനാണ് താഴെ കിടക്കുന്നത്. സത്യം പറഞ്ഞാൽ താഴെയുള്ള റൂമിൽ കിടക്കുമ്പോൾ നൂർ ഫാത്തിമയ്ക്ക് അത്രയൊരു സുഖകരമല്ല. അവൾക്ക് എപ്പോഴും ഇഷ്ടം ആ മുകളിലത്തെ തൻ്റെ നാഫി ഉസ്താദ് ഇതുവരെ അന്തിയുറങ്ങിയിരുന്ന ആ റൂമാണ്. അദ്ദേഹത്തിൻ്റെ ശ്വാസങ്ങൾ ആ റൂമിൽ ഒരുപാട് ഉണ്ടാവും എന്നൊക്കെയൊരു വിശ്വാസമാണ് നൂർ ഫാത്തിമക്കുള്ളത്. അന്നും നൂർ ഫാത്തിമ പതിവ് പോലെ ഖുർആൻ പാരായണവും എല്ലാം കഴിഞ്ഞ് ഇശാഹു നിസ്കരിച്ച് അതാ താഴേക്ക് ഇറങ്ങുന്നു. ഉമ്മ അവളോട് പറയും, മോളെ നൂർ മോളെ എന്തിനാണെന്നും മുകളിലത്തെ റൂമിലേക്ക് പോകുന്നത്? മോന് വരുന്നവരെ ഇവിടെ താഴെ തന്നെ നിന്നാൽ പോരെ? ഉമ്മ, അത് എനിക്ക് അവിടെ നിൽക്കുമ്പോൾ അത് വല്ലാത്തൊരു സമാധാനമാണ്. എന്താ അറിയില്ല മോളെ. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ മോൾ നിന്നോ. പക്ഷേ എനിക്ക് പേടിയാണ് ഈ ഒരു ടൈം ആയതുകൊണ്ടേ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ മോൾ അവിടെ നിൽക്കണേ ഒരു കുഴപ്പമില്ലല്ലോ. ഉമ്മ, അത് അവിടെ ആകുമ്പോൾ എന്താണെന്നറിയില്ല, വല്ലാത്തൊരു സമാധാനമാണ്, വല്ലാത്തൊരു റാഹത്താണ്. ഉമ്മക്ക് എല്ലാം മനസ്സിലാകും. അതെ, എൻ്റെ നാഫിമോൻ്റെ അധികം സാധനങ്ങളുമെല്ലാം അവിടെയാണല്ലോ. അതൊക്കെ കാണുമ്പോൾ അവൾക്ക് ആശ്വാസം തോന്നുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവൾ അവിടെ ഇഷ്ടപ്പെടുന്നത്. ഇശാഹിന് ശേഷം ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി വരുമ്പോൾ ഉമ്മയുടെ കൂടെ അല്പസമയം നിൽക്കും. ഉമ്മ ഓരോ ചരിത്രങ്ങളും കഥകളും പറഞ്ഞു തരും. നൂർമോളെ, നമ്മളൊന്നും ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവരല്ല. നമ്മളെക്കാൾ എത്രയോ ബുദ്ധിമുട്ട് അനുഭവിച്ച സ്ത്രീകൾ ഇവിടെ ജീവിച്ച് മരണപ്പെട്ടവരാണ്. എൻ്റെ മോൾക്ക് അറിയുമോ അതിനെക്കുറിച്ചൊക്കെ? ഉമ്മ പറയുന്ന ചരിത്രങ്ങളൊക്കെ എനിക്ക് കുറേശ്ശെയായിട്ട് അറിയാം. പിന്നെ അന്ന് അറബി ഉമ്മ കുറച്ചൊക്കെ പറഞ്ഞു തന്നിരുന്നല്ലോ. അതേ മോളെ, അങ്ങനെയുള്ള ഒരുപാട് ചരിത്രങ്ങൾ ഉണ്ട്. ധീരവനിതകളുടെ ചരിത്രങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. അവരെല്ലാവരും ഇവിടെ പിടിച്ചു നിന്നവരാണ്. എങ്കിലും അവരൊരിക്കലും ഇസ്ലാമിൽ നിന്ന് പതറിയിട്ടില്ല. നമ്മുടെ പരിശുദ്ധ ഖുർആനിൽ തന്നെ ഉണ്ടല്ലോ, ആസിയ ബീവിയെ മോൾക്കറിയില്ലേ? ഉമ്മ, അറിയാം. അവരൊക്കെ എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ചവരാണെന്ന് മോൾക്കറിയില്ലേ? ഉമ്മ, കുറച്ചൊക്കെ അറിയാം. ബാക്കി ഇൻഷാ അല്ലാ ഉമ്മ പറഞ്ഞു തരാം കേട്ടോ. സാവധാനത്തിൽ. മോളെ ടെൻഷനാക്കാൻ പാടില്ല ഈ ഒരു സമയത്ത്. മോൾക്ക് എപ്പോഴും നല്ല സന്തോഷകരമായ വാർത്തകളാണ് ഈ ഒരു സമയത്ത് ഉമ്മ പറഞ്ഞു തരേണ്ടത്. എൻ്റെ നൂർമോളെ, നിനക്കറിയോ ഈ ഒരു ഗർഭസമയം എന്നൊക്കെ പറഞ്ഞാൽ ഉമ്മ എന്താണ് ചിന്തിക്കുന്നത്, ഉമ്മ എന്താണ് പ്രവർത്തിക്കുന്നത്, അതാണ് ആ കുട്ടി മനസ്സിലാക്കുന്നത്. നമ്മളിവിടെ എന്ത് സംസാരിക്കുകയാണെങ്കിലും എന്ത് പ്രവർത്തിക്കുകയാണെങ്കിലും അത് നമ്മുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ മാക്സിമം സന്തോഷമുള്ള സംസാരങ്ങൾ, നല്ല നല്ല അള്ളാഹുവിനെ സ്തുതിക്കുക, ദിക്റുകൾ, ഖുർആൻ പാരായണം, അങ്ങനെയുള്ളതെല്ലാം ചൊല്ലിക്കഴിഞ്ഞാലേ നമ്മുടെ ഗർഭസ്ഥ ശിശുവിന് അത് ശരിക്കും കേൾക്കാനാവും. നാം ഖുർആൻ പാരായണം ചെയ്യുന്നത് ആ കുഞ്ഞ് കേൾക്കുന്നുണ്ട്. നമ്മൾ എന്താണ് ചെയ്യുന്നത്, എന്താണ് കാണിക്കുന്നത്, അത് ആ കുഞ്ഞ് ശരിക്കും കേൾക്കുന്നുണ്ട്. എൻ്റെ ഉമ്മയുടെ പ്രവൃത്തികൾ, എൻ്റെ ഉമ്മയുടെ രീതികൾ, ഉമ്മയുടെ പാരായണങ്ങൾ, അതെല്ലാം ആ കുഞ്ഞ് കേൾക്കും. പിന്നെ എൻ്റെ മോളെ, ഈ ഒരു സമയത്ത് ടെൻഷൻ ആവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഗർഭസമയം എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളുടെ ജീവിത രീതി അത് ശരിയാകുന്നതിൽ ഒരുപാട് പങ്ക് നമ്മുടെ ഉമ്മമാർക്കുണ്ട്. അതെ, ആ ഗർഭത്തിൻ്റെ സമയത്ത്
നമ്മൾ എത്രമാത്രം ടെൻഷനാകുന്നുണ്ട് അതിനനുസരിച്ച് ആ കുട്ടിക്ക് ബുദ്ധിമുട്ട് വന്നുകൊണ്ടിരിക്കും, എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. അത് ജനിച്ചു കഴിഞ്ഞാലും ആ കുട്ടിയുടെ ജീവിതത്തിൽ അതുണ്ടാകും. ഗർഭസമയത്ത് ഉമ്മമാർ സങ്കടപ്പെട്ടാൽ, വേദനിച്ചാൽ, വിഷമിച്ചാൽ അത് ശരിക്കും അവർക്ക്, ആ കുഞ്ഞുങ്ങൾക്കത് ബാധിക്കും. അതുകൊണ്ട് നമ്മൾ മാക്സിമം സന്തോഷത്തിലാവുക. അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. ഹറാമായതൊന്നും ഭക്ഷണത്തിൽ ഉൾപ്പെടാനേ പാടില്ല. എല്ലാം ഹലാലായത് മാത്രം. നല്ല നല്ല കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഈ കുട്ടിക്കും മനസ്സിന് വല്ലാത്ത സന്തോഷമായിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല ആരോഗ്യമുള്ള സന്താനം ഉണ്ടാവാനും നമുക്ക് കാരണമാകും. മോള് മറിയം സൂറത്ത് ഓതാറുണ്ടല്ലോ അല്ലേ? ആ ഉമ്മ, ഞാൻ എന്നും 3 പ്രാവശ്യം ഓതാറുണ്ട്. മോളെ, അത് നല്ലതാണ്. മറിയം ബീവിയുടെ ആ ഒരു കഥയൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും എന്താലേ ആ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ ഒറ്റക്കാണ് ആ ഒരു പ്രസവം, അതിനു വേണ്ടി തയ്യാറ് ആകുന്നത്. അപ്പോൾ അള്ളാഹു പറയാണ് മറിയം ബീവിയോടെ, ഹേ മറിയം, നീ ആ ഈത്തപ്പഴമരം പിടിച്ച് കുലുക്കൂന്ന്. അപ്പോൾ എന്തിനാ? അത് പിടിച്ച് കുലുക്കുമ്പോഴാണ് ആ കുഞ്ഞിനെ ശരിക്കും പ്രസവിച്ചു പോരാനുള്ള ഒരു ശക്തി കിട്ടുക. അങ്ങനെയാണ് മറിയം ബീവി ആ മരം പിടിച്ച് കുലുക്കുന്നത്. ആ ഒരു സമയത്താണ് പഴുത്ത ഈത്തപ്പഴങ്ങൾ താഴേക്ക് വീഴുന്നത്. നമ്മളെ ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരിക്കലും പലർക്കും ഖുർആൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ഭാരമാണ്. അത് ഓതുമ്പോഴേ ഒരുപാട് ഭാരമുള്ള സംഭവമാണ്. പക്ഷെ അങ്ങനെയല്ല, അർത്ഥമറിഞ്ഞ് ഓതുമ്പോൾ അത് വളരെയധികം മനോഹരമാണ്. മനോഹരം എന്ന് വെച്ചാൽ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട എല്ലാ സംഭവങ്ങളും അതിലുണ്ട്. അത് മാത്രമല്ല, നമ്മൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷവും ഉള്ളതും ജീവിക്കുന്നതിനുള്ളതും എല്ലാം അതിലുണ്ട്. അതുമാത്രമല്ല, സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും എല്ലാം അങ്ങനെ. ഉമ്മ, എനിക്ക് ഖുർആൻ ശരിക്കും പഠിക്കണം. അതെ, അർത്ഥസഹിതം എല്ലാം പഠിക്കണം. അതെൻ്റെ മനസ്സിലെ ഒരു ആഗ്രഹമാണ്. അത് മാത്രമല്ല, അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും വേണം. ഞാൻ ഉമ്മ നാഫിക്കയോട് പറഞ്ഞിരുന്നു ഇങ്ങനെയൊരു കാര്യം. പക്ഷേ ഈ ഒരു ടൈമിന് നാഫിക്കക്ക് അതിന് താല്പര്യമില്ലായിരുന്നു. എന്നോട് പറഞ്ഞു, നൂർമോളെ, നീ കുറച്ച് കഴിയട്ടെ, ഈ ഒരു ടൈം എന്ന് വെച്ചാൽ ഒന്ന് ഫ്രീ ആയി നടക്കണം. അല്ലാതെ ഇതിപ്പോൾ പഠിക്കലും പഠിക്കണതിന് കുഴപ്പമില്ല, മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഊർജ്ജം വേണമല്ലോ. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഇത് കഴിഞ്ഞിട്ടാവാം അതെല്ലാം. നീ പഠിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് എന്നോട് പറഞ്ഞിരുന്നു. മോളെ, നാഫിമോൻ തന്നെ നല്ല രീതിയിൽ ക്ലാസ് എടുക്കുമല്ലോ. അവന് നല്ല രീതിയിൽ ക്ലാസ് എടുക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഉമ്മ എനിക്ക് എടുത്തു തരാറുണ്ട്, പക്ഷേ അതങ്ങ് മുഴുവനാവാറില്ല. ആ മോളെ, അത് എത്രയായാലും ഭാര്യയും ഭർത്താവല്ലേ, അവരുടെ ക്ലാസ് എത്രമാത്രം ഉണ്ടാവുമെന്ന് അതിൻ്റേതായ രീതിയിൽ എടുക്കണം. അപ്പോൾ കുഴപ്പമില്ല. ഇത് ബെഡ്റൂമിൽ വെച്ചും ഒക്കെ ക്ലാസ്സൊക്കെ എടുക്കുമ്പോഴേ അതൊക്കെ ഫുള്ളാകാൻ ചാൻസ് ഇല്ല. അതൊക്കെ ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് വെച്ച് അല്ലെങ്കിൽ ഓഫീസ് റൂമിൽ വെച്ച് അങ്ങനെ എങ്ങാനും എടുക്കണം. അങ്ങനെ ആയാലാണ് ശരിക്കും അതിൽ ശ്രദ്ധ ആകർഷിച്ചിരിക്കാനും പറ്റുള്ളൂ. അങ്ങനെയൊക്കെയുണ്ട് ഉമ്മ. ഇൻഷാ അല്ലാ നാഫിക്ക ഹജ്ജെല്ലാം കഴിഞ്ഞ് വരട്ടെ. അന്ന് നാഫി ഉസ്താദ് ഹജ്ജിൻ്റെ ക്ലാസ് എടുക്കുകയാണ്. അതിനിടയിലാണ് ആ പോയിൻ്റ് നാഫി ഉസ്താദ് പറയുന്നത്, നമ്മൾ ഒരിക്കലും നമ്മളെ വീടിനെ കുറിച്ചും വീട്ടുകാരെ കുറിച്ചൊന്നും ചിന്തിക്കാനേ പാടില്ല. ഹജ്ജിന് പോകുന്ന സമയത്ത് നമ്മൾ അള്ളാഹുവിലേക്കാണ് പോകുന്നത്, അള്ളാഹുവിൻ്റെ അടുക്കലേക്ക്. അതിനു വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. ഒരിക്കലും നമ്മൾ നമ്മളെ വീട്ടുകാരെ കുറിച്ചോ വീടിനെ കുറിച്ചോ ചിന്തിക്കരുത്. ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ, നമുക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രം, അള്ളാഹുവിൻ്റെ അടുക്കലേക്കാണ് പോകുന്നത്, അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത് എന്നുള്ളൊരു ലക്ഷ്യം മാത്രമാണ് നമ്മുടെ മനസ്സിൽ. വേറെ ഒരു ചിന്തയും പാടേയില്ല. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ആ ഹജ്ജ് സ്വീകരിക്കുകയില്ല. ഹൃദയത്തിലേക്കാണ് അള്ളാഹുവിൻ്റെ നോട്ടം. എന്തുദ്ദേശത്തിലാണ് നമ്മൾ ഹജ്ജിന് പോയിട്ടുള്ളത്? അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ കാണാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ അവർ ഹജ്ജിന് പോകുന്നുണ്ട് എന്നുള്ള ആ ഒരു പേര് കിട്ടാൻ വേണ്ടിയിട്ടോ, അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഒരേ ഒരു ലക്ഷ്യം മാത്രം, അത് അള്ളാഹുവിൻ്റെ അടുക്കലേക്കാണ് പോകുന്നത് എന്നുള്ള ലക്ഷ്യം, മറ്റൊരു ചിന്തയും പാടില്ല. അങ്ങനെ ഉണ്ടായാൽ തന്നെ ആ ഹജ്ജ് അത് സ്വീകരിക്കുകയില്ല. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്. ഇൻഷാ അല്ലാ നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഹജ്ജിന് പോകാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ. മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്ത് മടങ്ങി വരാനുള്ള ഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആ പ്രസംഗം കഴിഞ്ഞ്
ഉസ്താദ് ഒരു നിമിഷം ഓർത്തു. ഇല്ല, ഇനി ഓർക്കാൻ പാടില്ല. ഭാര്യയെയും ഉമ്മയെയും ആരെയും ഓർക്കാൻ പാടില്ല. ഹജ്ജിന് പുറപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ തന്നെ പറഞ്ഞ് ഒരിക്കലും ഞാനത് തെറ്റിക്കരുതല്ലോ. ഉസ്താദ് അള്ളാഹുവിനോട് പറഞ്ഞു, പഠിച്ചോനെ, ഞാൻ ഹജ്ജിന് പോകുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒന്നും കയറി വരരുതേ. എൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ വീട്ടുകാർ, എൻ്റെ ഭാര്യ ഗർഭിണിയാണ്, അല്പം കോംപ്ലിക്കേറ്റഡ് ആണ് അവളുടെ കാര്യങ്ങൾ. അവളെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് വല്ലാതെ ടെൻഷനുണ്ട്. പക്ഷേ ഞാൻ ഹജ്ജിന് പുറപ്പെട്ടു കഴിഞ്ഞാൽ പഠിച്ചോനെ, അത് എൻ്റെ മനസ്സിലേക്കൊന്നും കടന്നു വരരുതേ അല്ലാ. വീടിനെക്കുറിച്ചും വീട്ടുകാരെക്കുറിച്ചും യാതൊരു രീതിയിലുള്ള ചിന്തകളും എനിക്ക് എൻ്റെ മനസ്സിലേക്ക് നീ തരരുതേ അല്ലാ. പഠിച്ചോനെ, നിന്നിലേക്ക് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞാൻ വരുന്നത്. അല്ലാ, നീ സ്വീകരിക്കണേ. പതിവ് പോലെ അന്ന് രാത്രി അതാ നാഫി ഉസ്താദ് വിളിക്കുന്നു. ഉമ്മയുടെ ഫോണിലേക്കാണ് വിളിക്കുന്നത്. നാഫിമ വിളിക്കുന്നുണ്ട്, ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടാവും. ഹലോ മോനെ, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഉമ്മ, എന്തൊക്കെ, സുഖമല്ലേ? മോനെ, അൽഹംദുലില്ലാ, റാഹത്താനടാ. ഫുഡ് കഴിച്ചോ ഉമ്മ? ഞാനും നൂറുമോളും ഒപ്പയും കുറച്ച് നേരത്തെ കഴിച്ചു. എപ്പോഴും ഫുഡൊക്കെ കുറച്ച് നേരത്തെ കഴിക്കണതാണല്ലോ നല്ലത്. ഉമ്മ, എന്താ സ്പെഷ്യല്? മോനെ, ഇന്ന് ഞാൻ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത്, ചിക്കൻ കറിയും പിന്നെ സാലഡും. പിന്നെ മോൾക്കല്പം ഫ്രൂട്ട്സും ചെത്തി കൊടുത്തു. അവൾക്കതൊക്കെ കഴിക്കാൻ മടിയാണെന്നേ, ഞാൻ നിർബന്ധിക്കലാണ്. ഉമ്മ, അതൊക്കെ കഴിച്ചോളും. എൻ്റെ ഉമ്മയും കഴിക്കുന്നില്ലേ? ഉമ്മ മോനെ, ഞാനും ഉപ്പയൊക്കെ കഴിക്കുന്നുണ്ട്. മോനെ, എന്തായി, ഡേറ്റ് ഫിക്സായോ? ഇല്ലമ്മ, ഫിക്സ് ആയിട്ടില്ല. അതിനു മുമ്പുള്ള ക്ലാസ്സുകളാണിപ്പോൾ അർജൻറ്റായിട്ട്. ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. മോനെ, നമ്മളെ കുറച്ച് അപ്പുറത്തുള്ള ഒരു താത്ത ഹജ്ജിന് പോകുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. മോൻ്റെ ക്ലാസ്സിനെ കുറിച്ച് എന്നോട് പറഞ്ഞു. മോൻ്റെ ക്ലാസ് അതിഗംഭീരമാണ് എന്ന്. ഉമ്മ, എല്ലാ ഉസ്താദുമാരും അതുപോലെ തന്നെ ക്ലാസ് എടുക്കും. അവരെൻ്റെത് കേട്ടത് കൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. അങ്ങനെ നല്ല രീതിയിൽ അവരെ ഹജ്ജിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കണമെങ്കിൽ അവരെ ആദ്യം ക്ലാസ് എടുത്ത് ഒരു വഴിക്ക് കൊണ്ടുവരാനുണ്ട്. മോനെ, എൻ്റെ കുട്ടിയുടെ ഹജ്ജും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ആമീൻ. ഉമ്മ, മഴയുണ്ടോ അവിടെ? മോനെ, മഴ നിൽക്കാതെ പെയ്യാണ്. രാവിലെ തുടങ്ങിയതാണ്. രാവിലെ നല്ല 2-3 ദിവസമായി തുടർച്ചയായി. മോൻ പോയതിനു ശേഷം നല്ല രീതിയിൽ മഴയുണ്ട്. രാവിലെ മുതലേ ഉണ്ട്. പാവമാണ് നൂർമോള്. അവൾ ഒറ്റയ്ക്ക് കിടക്കണ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടമാണ്. ഈ ഒരു സമയത്താണല്ലോ എൻ്റെ നാഫി മോൻ പോയതാണെന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ മോൻ നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ് പുറപ്പെടുന്നത് എന്നാലോചിക്കുമ്പോൾ അങ്ങനെ ആലോചിച്ച് ഞാൻ സമാധാനപ്പെടും. ഞാൻ നൂർമോളുടെ കയ്യിൽ ഫോൺ കൊടുക്കാം. മോളെ, നൂർമോളെ. ഉമ്മ, എന്താ? എന്നാ മോളെ, നാഫിമ വിളിക്കുന്നു, ഉമ്മ സംസാരിച്ചോളൂ. അല്ല, എന്നാ നിന്നെ വിളിക്കുന്നു. അല്ല, ഉമ്മ സംസാരിച്ചോളൂ. നാഫിമോനെ, എന്നാ നീ കുറച്ച് കഴിഞ്ഞിട്ട് അവളുടെ ഫോണിലേക്ക് വിളിച്ചോട്ടോ, അതായിരിക്കും നല്ലത്. എൻ്റെ മോനെ, ഭക്ഷണം കഴിച്ചോ? ഉമ്മ, ഞാൻ കഴിച്ചു. ഉമ്മ, ഉപ്പാക്ക് സുഖം തന്നെയല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല മോനെ, എല്ലാവർക്കും റാഹത്താണ്. നൂർമോൾക്കൊക്കെ റാഹത്ത് തന്നെയാണ്, യാതൊരു കുഴപ്പമില്ല. ഉമ്മ, ശരി കേട്ടോ. എന്നാൽ നാളെ ക്ലാസ് കഴിഞ്ഞ് വിളിക്കുക ഇൻഷാ അല്ലാ. പിന്നെ പോയി കഴിഞ്ഞാൽ വിളിക്കാനൊന്നും പറ്റൂലല്ലോ. മോനെ, അതെന്താ? അല്ലമ്മ, അതിപ്പോൾ നമ്മൾ ഇത്രയും ആളുകളൊക്കെ ആയിട്ട് പോകുമ്പോഴേ അവരെ തന്നെ മാനേജ് ചെയ്യാനൊക്കെ തന്നെ സമയം കിട്ടുള്ളൂ. പിന്നെ ടൈം കിട്ടുമ്പോഴൊക്കെ എന്നാൽ തന്നെ ഒരുപാട് ആളുകൾ വഴി തെറ്റിയൊക്കെ പോകും. എന്തൊക്കെ തന്നെയായാലും ഒരാളെ നഷ്ടപ്പെടില്ല. എല്ലാവരും കൃത്യമായ സ്ഥലത്ത് തന്നെ എത്തിച്ചേരും. എങ്കിലും പല ആളുകളും പല വഴിക്കും തിരക്കിൽപ്പെട്ടൊക്കെ പോകും. അതുപോലെ എപ്പോഴാണ് ആരൊക്കെയാണ് കണ്ടുമുട്ട് എന്ന് വരെ പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാവർക്കായിട്ട് ഞാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതെന്താ മോനെ? അത് നിങ്ങൾ അമീറിനെ കണ്ട് മാത്രം, അമീറുണ്ടല്ലോ, അല്ലെങ്കിൽ അമീറിൻ്റെത് കണ്ടിട്ട് ഹജ്ജ് ചെയ്യാം, അതിനുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യാം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ഒരിക്കലും നിങ്ങൾ പോകരുത്. ഞങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അമീറുണ്ടല്ലോ. പിന്നെ ഇപ്പം എന്താ, ഒരു ചിന്താഗതിയിൽ പല ആളുകളും ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കാതെ ക്ലാസ്സിന് വരാതെയൊക്കെ നിൽക്കും. അപ്പോൾ ഞാൻ പറയാറുണ്ട്, അങ്ങനെ നിങ്ങൾ അമീറുണ്ടെന്ന് കരുതിയിട്ട് ഒരിക്കലും ഒന്നും പഠിക്കാതെ പോകരുത്. പഠിക്കാനുള്ളത് ഇവിടെ നിന്ന് തന്നെ പഠിച്ചെന്നെ പോകണം. ഏകദേശം ഒരു രൂപങ്ങളും അതിനുള്ള കർമ്മങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോയാൽ എവിടെ തന്നെ ഒറ്റപ്പെടേണ്ട അവസ്ഥ വന്നാലോ ഒരു പക്ഷേ നമ്മളുടെ കൂടെ ഹജ്ജിനുണ്ടാവുക
നീഗ്രോ ആയിരിക്കും, ചിലപ്പോൾ ഇംഗ്ലീഷുകാരായിരിക്കും, ചിലപ്പോൾ അറബികളായിരിക്കും, ചിലപ്പോൾ തമിഴന്മാരെ, അങ്ങനെ പല പല രാഷ്ട്രങ്ങളിൽ ദേശങ്ങളിൽ പല ഭാഷ സംസാരിക്കുന്നവരായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സമയത്ത് അമീർ എവിടെ എന്ന് അന്വേഷിച്ച് അങ്ങനെ ആരും നടക്കില്ല. അമീറിനെ കണ്ടു കിട്ടാൻ തന്നെ പ്രയാസവുമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് പഠിച്ചു വെക്കുക. അവിടെ എത്തിയാൽ എന്ത് ചെയ്യണം, ഇവിടെ എത്തിയാൽ എന്ത് ചെയ്യണം, ആ സ്ഥലത്തെത്തുമ്പോൾ എങ്ങനെ ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള ക്ലാസ് അതാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എടുത്ത് കൊടുത്തില്ലെങ്കിൽ അവർ പിന്നെ അമീർ എവിടെയെന്ന് ചോദിച്ച് അന്വേഷിച്ച് അവരുടെ കർമ്മങ്ങളൊക്കെ വെറുതെ ആയി പോകും ആ ഒരു ഹജ്ജ്. അപ്പോൾ ആദ്യം തന്നെ ഇവിടുന്ന് ആ മോട്ടിവേഷനും ഒക്കെ കൊടുത്ത് അതിനുള്ള എല്ലാം പഠിപ്പിച്ച് കൊടുത്തിട്ട് തന്നെയാണ് ഞാൻ കൊണ്ടുപോകുന്നത്. അങ്ങനെ ആകുമ്പോൾ അവർക്ക് വിഷമിക്കേണ്ടി വരില്ല. അല്ലെങ്കിൽ അമീർ ഇല്ലല്ലോ, ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം എന്ന് വരെ അവർക്ക് ടെൻഷനായി പോകും. ആ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നൊക്കെ അതിൻ്റെ ക്ലാസ്സുകളായിരുന്നു ഉമ്മ. അല്ലാ എൻ്റെ കുട്ടിനെ അള്ളാഹു നന്നാക്കട്ടെ, ആമീൻ. മോനെ എന്നാൽ ശരി വെച്ചോ, നൂറുമോൾക്ക് വിളിച്ചോട്ടോ. ഉമ്മ ശരി, അസ്സലാമു അലൈക്കും. നൂർ ഫാത്തിമ അതാ ബെഡ്റൂമിലേക്ക് കിടക്കുവാൻ വേണ്ടി പോകുന്നു. ഉമ്മയും പറഞ്ഞു, മോൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? ഉമ്മ കിടക്കണോ, കൂടെ കിടക്കണോ? പേടിയുണ്ടോ? ഉമ്മ എന്തിന്, നിങ്ങളുടെ തൊട്ടടുത്തുള്ള റൂമിൽ തന്നെ അല്ലേ ഞാനിപ്പോൾ കിടക്കുന്നത്, മുകളിലൊന്നും അല്ലല്ലോ. ആ മോളെ എന്നാൽ എൻ്റെ മോൾ പോയി കിടന്നു കേട്ടോ. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. നൂർ ഫാത്തിമ വാതിൽ മെല്ലെ അടച്ചു. ഉമ്മ പറഞ്ഞിട്ടുണ്ട് കുറ്റിയിടണ്ട എന്ന്. കാരണം ഒറ്റയ്ക്കല്ലേ, നാഫിമോൻ ഉള്ളപ്പോൾ കുറ്റിയിട്ടാൽ മതി, അല്ലെങ്കിൽ ഒന്ന് ചാരിയാൽ മതി എന്ന് ഉമ്മ പറഞ്ഞതുപോലെ തന്നെ നൂർ ഫാത്തിമ വാതിൽ മെല്ലെ ഒന്ന് ചാരി. റൂമിലെത്തിയിട്ട് മെസ്സേജ് അയക്കണേ, ഉസ്താദിൻ്റെ മെസ്സേജ് അതായിരുന്നു. നൂർ ഫാത്തിമ വളരെയധികം സന്തോഷത്തോടെ അതാ ഫോൺ എടുക്കുന്നു. നാഫിക്ക, എന്താ നൂർമോളെ, കിടക്കുന്നില്ലേ? കിടക്കാൻ വന്നതാണ്. സമയമായോ? അതെ സമയമായി, ഞാൻ കിടക്കാൻ വേണ്ടി വന്നതാണ്. നൂർമോൾ ഫുഡ് കഴിച്ചില്ലേ? കഴിച്ചു ഉസ്താദേ. നിനക്കെപ്പോഴും എന്നെ ഉസ്താദ് എന്നുള്ള ആ ഒരു വിളിക്കണം അല്ലേ? ഉസ്താദേ, അത് വല്ലാത്തൊരു രസമാണ് ആ ഒരു വിളി. എന്താണെന്നറിയില്ല, ആദ്യം അങ്ങനെ ശീലിച്ചു പോയില്ലേ. അന്ന് പള്ളിയിൽ നിന്ന് ആ ബാങ്ക് കേൾക്കുമ്പോഴൊക്കെ ഞങ്ങളെല്ലാവരും, എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിരുന്നത് ഉസ്താദ് എന്ന് തന്നെയായിരുന്നു. അതങ്ങ് ശീലമായിപ്പോയി. അത് പിന്നെ എൻ്റെ ജീവിതത്തിൽ ഉടനീളം ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഞാൻ പറഞ്ഞിരുന്നത് ഇങ്ങനെയായിരുന്നു: അള്ളാഹുവേ, എനിക്ക് ആ ഉസ്താദിനെ നൽകണേ അല്ലാ. അള്ളാഹുവേ, എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കുവാനുള്ള ഭാഗ്യം നൽകണേ എന്നായിരുന്നു. എപ്പോഴും ഉസ്താദ് എന്നായിരുന്നു ഞാൻ പഠിച്ചവനോട് പ്രാർത്ഥിച്ചിരുന്നത്. അതങ്ങ് ശീലമായി. അതിപ്പോൾ ചില ആളുകൾ, ചില ടീച്ചേഴ്സ് അവരുടെ ഭർത്താക്കന്മാരെ മാഷെന്ന് വിളിക്കുമല്ലോ, മാഷെന്ന്. അതൊരു രസകരമാണല്ലോ. എനിക്കും എൻ്റെ നാഫിക്കയെ ഉസ്താദെന്ന് വിളിക്കുമ്പോൾ കൂടുതൽ ബഹുമാനവും സ്നേഹവും തോന്നുകയാണ്. അപ്പോൾ നാഫിക്ക എന്നുള്ള പേരോ, നാഫിക്ക എന്ന് പറയുമ്പോൾ കുറച്ച് ഒരു കൊഞ്ചിക്കൽ അതിലുണ്ട്. നാഫി എന്ന് വിളിക്കുമ്പോഴും അതും അങ്ങനെ തന്നെ. ആ സമയത്ത് എൻ്റെ നാഫിക്ക എൻ്റെ കുട്ടിയെ പോലെ ആയിരിക്കും. ആഹാ, നീ പല രീതിയിൽ എൻ്റെ പേര് സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഉസ്താദ്, നാഫി, നാഫിക്ക, നാഫിമോന്, അങ്ങനെയൊക്കെ. അത് ഉസ്താദെ, വല്ലാതെ കുസൃതിയൊക്കെ തോന്നുമ്പോഴേ എൻ്റെ ഉസ്താദിനെ എനിക്ക് കളിപ്പിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ ഞാൻ നാഫിമോനേന്ന് വിളിക്കാറുണ്ടല്ലോ. ആഹാ, അതെൻ്റെ ഉമ്മ വിളിക്കുന്ന പേരാണ് കേട്ടോ. അതിനെന്താ, ചില സമയത്ത് ഉസ്താദ് എൻ്റെ കുട്ടിയല്ലേ. അത് ശരിയാണ്. ഇനിയിപ്പോൾ നമ്മളൊന്നും വേണ്ടി വരില്ലല്ലോ നിനക്ക്. അതെന്താ? അല്ലേ, നമ്മുടെ കുഞ്ഞ് വരുമ്പോഴേ അപ്പം എന്നെ ആ സ്ഥാനത്ത് നിന്ന് കണ്ട് ഒഴിവാക്കും അല്ലേ? ഹേയ്, അങ്ങനെയൊന്നുമില്ല. എനിക്കെന്നും എൻ്റെ ഉസ്താദ്, എൻ്റെ നാഫിക്ക, എൻ്റെ നാഫിമോൻ തന്നെയാണ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് എന്നും. എന്നാൽ മോള് കിടന്നോ. പിന്നെ ഒരുപാട് സമയം ഈ ഫോണ് യൂസ് ചെയ്യരുത് കേട്ടോ. നമ്മുടെ കുഞ്ഞിനത് കേടാണ്. അപ്പോൾ തൊട്ടടുത്തൊന്നും ഇങ്ങനെ എപ്പോഴും വെച്ചുകൊണ്ടിരിക്കരുത്. പിന്നെ ഉറങ്ങാൻ സമയം ഫോണെടുത്ത് വിട്ട മേശമ്മൽ കൊണ്ടുപോയി വെക്കണം. ഓക്കെ? റൂമിലോ തലയണിൻ്റെ ചോട്ടിലോ ബെഡിലോ വെക്കരുത്, വയറിന്മേൽ വെക്കരുത്, എവിടെയും വെക്കരുത്.
കാരണം രശ്മികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുറച്ചകലെ വെക്കണം. അതാണ് കേട്ടോ എപ്പോഴും സേഫ്റ്റി. നാഫിക, അതൊക്കെ എനിക്കറിയാം, നിനക്കറിയാം. പക്ഷേ ഞാൻ ഇന്നലെ മെസ്സേജ് അയച്ചപ്പോൾ നീ അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോയിട്ടുണ്ട്. എത്രയായിട്ടും റീപ്ലൈ കാണുന്നില്ല. ആൾ ഓൺലൈനിലുണ്ട്. പിന്നെയാണ് സംഭവം മനസ്സിലായത് ഉറങ്ങിപ്പോയിട്ടുണ്ടാവുമെന്ന്. അപ്പോൾ തന്നെ എനിക്കൊരു ഭയം, പഠിച്ചോനെ എവിടെയാണോ ഫോണ് കിടക്കണാവോ, വയറിനടുത്തോ തലക്കടുത്തോ എവിടെയാണാവോ എന്നാകെ എനിക്കൊരു ടെൻഷനായിരുന്നു. സത്യമായിട്ടും എൻ്റെ നാഫിക, ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി. എൻ്റെ ഫോണ് കയ്യിൽ നിന്ന് ബെഡിൽ വീണു. അങ്ങനെയാണ്. നൂർമോളെ, നല്ല രീതിയിൽ ശ്രദ്ധിക്കണം കേട്ടോ, കുറച്ച് വിട്ട് വെക്കണേ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. അതൊക്കെ രശ്മികൾ കൂടുതലായിട്ട് വരുന്നതാണ്. അതും വൈഫൈ ഒക്കെ ഉണ്ടാകുമ്പോൾ തന്നെ കൂടുതലായിട്ടുണ്ടാവും, സാധാ നെറ്റ്വർക്ക് പോലെയല്ല. എൻ്റെ ഉസ്താദേ, ഞാൻ ശ്രദ്ധിച്ചോളാം ഇൻഷാ അല്ലാ. പിന്നെ എന്തൊക്കെയുണ്ട് നൂർമോളെ നിൻ്റെ വിശേഷങ്ങൾ? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, റാഹത്തല്ലേ? പിന്നെ കുഞ്ഞിന് അനക്കം തുടങ്ങിയിട്ടുണ്ടോ നാഫിക? അതൊക്കെ നെക്സ്റ്റ് മന്തിലാണ് തുടങ്ങുക, അതിപ്പോഴന്നെ ഒന്നല്ല. ആണോ? എനിക്കൊന്ന് കേൾക്കാൻ വേണ്ടിയിട്ടായിരുന്നേ. അതങ്ങനെ കേൾക്കാനൊന്നും പറ്റില്ല, അതിങ്ങനെ അതൊക്കെ ഞാൻ പറയുന്നുണ്ട്, ഇപ്പം ആയിട്ടില്ല. ഇനി എൻ്റെ നാഫിക ഹജ്ജൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇൻഷാ അല്ലാ അപ്പോഴേക്കും നമ്മളെ കുഞ്ഞു വാവ നല്ല രീതിയിൽ ഇളകും. അപ്പോൾ ശരിക്കും ഞാൻ കാണിച്ചു തരാം. നാഫിക, അവിടെ പോയാൽ എന്ന് എന്നെ ഡെയിലി വിളിക്കൂലേ? എൻ്റെ നൂർമോളെ, ഞാൻ നിന്നോടൊരു കാര്യം സീരിയസ് ആയി പറയാണ്, നീ ഒന്നും വിചാരിക്കരുത്. എന്താ നാഫിക, എനി പ്രോബ്ലം? ഹേയ്, പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടില്ല. ഹജ്ജെന്ന് പറഞ്ഞാൽ എൻ്റെ നൂർ ഫാത്തിമക്ക് ഞാൻ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് തന്നിട്ടില്ല. ഹജ്ജായാലും ഉംറയൊക്കെ തന്നെയായാലും അത് നമ്മൾ ഹജ്ജിനൊക്കെ പോകാൻ ഒരുങ്ങുമ്പോൾ നമ്മളെ മനസ്സ് ആദ്യം ഒരുങ്ങണം എന്നാണല്ലോ. മനസ്സ് ക്ലിയർ ആക്കണം. അതായത് ഇനിയിപ്പോൾ ഹജ്ജിന് പുറപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ വീടിനെക്കുറിച്ചോ തൻ്റെ ഭാര്യയെക്കുറിച്ചോ വീട്ടുകാരെക്കുറിച്ചോ ഒന്നും നമ്മൾ ചിന്തിക്കരുത്. നമുക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രം, അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് നമ്മൾ ഹജ്ജിന് വന്നിരിക്കുകയാണ് എന്നുള്ള. അതുകൊണ്ട് ആ ഒരു സമയത്തൊന്നും നമ്മളെ നാടിൻ്റെ ചിന്ത പാടില്ല. അങ്ങനെയാണ് നാഫിക. അപ്പോൾ എനിക്ക് നാഫിക്കയുടെ സൗണ്ട് കേൾക്കാൻ? മോളെ, അത് ആ ഒരു സമയത്തൊന്നും പറ്റില്ല ഒരിക്കലും. ഈ ഒരു മന്തിൽ നമ്മളത് പിടിച്ചു നിൽക്കുക തന്നെ വേണം. ഒരിക്കലും എൻ്റെ ചിന്തയും ചാഞ്ചാടാൻ പാടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അള്ളാഹു അത് സ്വീകരിക്കൂല. നമ്മൾ ഒരേ ഒരു ലക്ഷ്യത്തോടു കൂടി ഒരേ ഒരു ചിന്തയോടു കൂടി മാത്രമാണ് നമ്മൾ അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് പുറപ്പെടുന്നത്. അതിനനുസരിച്ച് നമ്മൾ മനസ്സിനെ ഒരുക്കണം. അതുകൊണ്ട് എൻ്റെ നൂർ ഫാത്തിമ, ഈ ഒരു മന്ത് ഒരു പക്ഷേ എനിക്കെൻ്റെ നൂർ ഫാത്തിമയെ വിളിക്കാനൊന്നും പറ്റൂല കേട്ടോ, ഇൻഷാ അല്ലാ. കാരണം നമ്മളെ ഉദ്ദേശം, നമ്മുടെ ലക്ഷ്യം അത് അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് എത്തുക എന്നതാണ്. അപ്പോൾ നമ്മളെ എപ്പോഴും അള്ളാഹുവിൻ്റെ ചിന്തയിൽ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് എൻ്റെ നൂർ ഫാത്തിമ ക്ഷമിച്ച് നിൽക്കണം. നാഫിക, അങ്ങനെയുണ്ടോ? ഓക്കെ, ഇൻഷാ അല്ലാ. എൻ്റെ ഉസ്താദ് എന്താണ് പറയുന്നത് അതിനനുസരിച്ച് ഞാൻ നിൽക്കും. എനിക്കതിൽ ടെൻഷനില്ല. അള്ളാഹുവിന് വേണ്ടിയല്ലേ പരിശുദ്ധ ഹജ്ജ് കർമ്മം ചെയ്യുവാൻ പോകുന്ന എൻ്റെ ഉസ്താദിന് അതിൻ്റെ മുഴുവൻ പ്രതിഫലവും ലഭിക്കണം. അതാണ് എൻ്റെയും ആഗ്രഹം. ഇൻഷാ അല്ലാ, എൻ്റെ ഉസ്താദിന് വേണ്ടി ഞാൻ ഇവിടെ നിന്ന് ദുആ ചെയ്യും. എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദെ, നിങ്ങളും നമുക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും നമ്മുടെ കുഞ്ഞിന് വേണ്ടിയും ദുആ ചെയ്യണം. ഇൻഷാ അല്ലാ. നൂർ ഫാത്തിമയുടെ കണ്ണുകൾ നിറഞ്ഞു. നീ വിഷമിക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ ഇതാ വേഗം കഴിയും. അപ്പോൾ എൻ്റെ നൂർമോള് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. തിരിച്ച് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കാണുവാൻ വേണ്ടിയിട്ട് വിധി നൽകണേ എന്ന് എൻ്റെ നൂർമോള് ദുആ ചെയ്യണം. ഇൻഷാ അല്ലാ, തീർച്ചയായും ഉസ്താദെ. നൂർമോളെ, എന്നാൽ ഉറങ്ങല്ലേ? എനിക്കിപ്പോഴൊന്നുമില്ല, കുറച്ചുകൂടി വർക്ക് ചെയ്ത് തീർക്കാനുണ്ട്. പക്ഷേ നിനക്ക് ഉറങ്ങേണ്ട ടൈമായി. ഇനി ഫോണ് വല്ലാതെ യൂസ് ചെയ്യില്ലേ? നീ അത് ഓഫ് ചെയ്ത് നല്ല കുട്ടിയായിട്ട് ആ മേശയിലോ അലമാരക്കരികിലോ കൊണ്ടുപോയി വെക്ക്. ഇൻഷാ അല്ലാ. മോളെ, എന്തുണ്ടെങ്കിലും അറിയിക്കണം കേട്ടോ. ശരി ഉസ്താദേ. എന്നാൽ
മോളെ അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഉസ്താദ് ഫോൺ കട്ട് ചെയ്തു. നൂർ ഫാത്തിമക്ക് സത്യം പറഞ്ഞാൽ സങ്കടമായിപ്പോയി. അതെ, ഉസ്താദിൻ്റെ ആ സൗണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ അത് വല്ലാത്തൊരു രസമാണ്. അതൊരിക്കലും എനിക്ക് മടുക്കാത്തതാണ്. അല്ലാ, എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ദീർഘായുസ്സും ആഫിയത്തും നീ പ്രദാനം ചെയ്യണേ റഹ്മാനേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നൂർ ഫാത്തിമ ഫോണെടുത്ത് അതാ ഉസ്താദ് പറഞ്ഞ ആ മേശക്കരികിൽ കൊണ്ടുപോയി വെച്ചു. അവൾ ദിക്റുകൾ ചൊല്ലി, അവൾ ആയത്തുൽ കുർസി ഓതി, അവളതാ ഉറങ്ങുവാൻ വേണ്ടി കിടക്കുന്നു. ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.